എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തും പിടിയാണ്. ഈന്തും പിടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈന്തും പിടി ഉണ്ടാക്കുന്നതിനാവശ്യമായി ഉരുളകളാക്കി വെച്ചിട്ടുള്ള ഈന്തും പിടി, അതുപോലെ തന്നെ മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കൻ, കുറച്ച് കരിവേപ്പില, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ ഈന്തും പിടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഉള്ളത്. നമുക്ക് ഈന്ത് ചെറിയ ഉരുളകളാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു കപ്പ് ഈന്ത് പൊടിയിലേക്ക് നമുക്കൊരു കപ്പ് ആട്ടപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വെള്ളം ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. അത് ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഉരുളകൾ ഓരോന്നായി നമുക്ക് ഈ വെള്ളത്തിലേക്ക്, തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് നേരം നന്നായി വേവാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ വേവിച്ചിട്ടുള്ള ഈന്ത് വളരെ നന്നായി വെന്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വേവിച്ച് വെച്ചിട്ടുള്ള ഈന്ത്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ കൂട്ടി ഇതിൻ്റെ അകത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ മസാലയും ഒക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നും കൂടെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കളഞ്ഞിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഈന്തിൻ്റെ വേവ് അതുപോലെ തന്നെ മസാലയും ഒക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള ഈന്തിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം അരച്ചതും കൂടെ ചേർത്ത് കുറച്ച് വേവിക്കണം. നാളികേരം അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വറവിടേണ്ടതായിട്ടുണ്ട്. വറവിലേക്ക് പോവാം. ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്കതിൽ കുറച്ച് കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെറിയ ഉള്ളിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം കടുക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം കടുക് നന്നായി പൊട്ടി വന്നാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈന്തും പിടിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈന്തും പിടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മളെ വീടുകളിലൊക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. നല്ല ഒരു സ്വാദിഷ്ടമായ വിഭവമാണിത്.